എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് വീണ്ടും നമുക്ക് കിടക്കാം. നമ്മുടെ ലൈവ് ഫ്രൈഡേ ഈവനിങ്ങിലേക്ക് മാറ്റി, അതുകൊണ്ട് തന്നെ സൺഡേ വീണ്ടും നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും. നിഫ്റ്റി തിങ്കളാഴ്ച മാർക്കറ്റ് 25,950 ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 25,852 ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് നിഫ്റ്റി നമുക്ക് 52 വീക്ക് ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 26,063 നിഫ്റ്റിയുടെ ക്ലോസിംഗ് നടന്നത്. പ്രധാനമായിട്ടും റിലയൻസും ഓട്ടോമൊബൈൽ കമ്പനീസും എല്ലാം തന്നെയാണ് ഈ നിഫ്റ്റിയുടെ ഒരു ശക്തിയായ ഒരു റാലിക്ക് കാരണമായത്. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ടത് FISൻ്റെ ആക്ടിവിറ്റീസാണ്. FIS കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് നമുക്കൊന്ന് കണ്ടുവരാം. FISൻ്റെ DISൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു ബാച്ചിലുള്ളത് FIS ആണ്. 21 നവംബറിൽ FIS, അതായത് ഏറ്റവും അവസാനത്തെ ദിവസം FIS 1,700 കോടി രൂപയുടെ സെല്ല് നടത്തി. എന്നാൽ DIS ഏറ്റവും അറ്റത്ത് കാണാം 3,100 കോടി രൂപയുടെ ബൈ നടത്തി. എന്നാൽ 20-ാം തീയതി FIS 283 രൂപയുടെ ബൈ, 19-ാം തീയതി 1,500 കോടി രൂപയുടെ ബൈ, എന്നാൽ 18-ാം തീയതി 778 കോടി രൂപയുടെ സെല്ല് FISൻ്റെ കാര്യമാണ് പറയുന്നത്. 17-ാം തീയതി 442 കോടി രൂപയുടെ ബൈ. എന്നാൽ DISൻ്റെ കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഹ്യൂജ് ബൈയിങ് ആയിരുന്നു. FIS 3 ദിവസം ബൈ നടത്തി, 2 ദിവസം സെല്ല് നടത്തി. അപ്പോൾ FIS മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും സെല്ലായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിഫ്റ്റി 26,000 മുകളിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ നമ്മൾ കണ്ടു, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അവിടുത്തെ ടെക്നോളജി സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അത് കാരണം ഏഷ്യൻ സെല്ലിൽ നിന്നും ജപ്പാൻ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു സിംഗിൾ ഡേ നമ്മൾ കണ്ടത് ഏകദേശം ഒരു 2.89% ഒരു ഫോളായിരുന്നു. അപ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്നും സീവിയർ സെല്ലിംഗ് പ്രഷർ, യൂറോപ്യൻ സൈഡിൽ നിന്നും സീവിയർ സെല്ലിംഗ് പ്രഷർ, US മാർക്കറ്റ് ആവട്ടെ അവിടുത്തെ ടെക്നോളജി സ്റ്റോക്കുകളിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ക്രിപ്റ്റോ ആണ്, ബിറ്റ്കോയിൻ ആണെങ്കിലും എത്ര ആഡംബരമായി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബിറ്റ്കോയിനാണ് ഇപ്പോൾ അതിതീവ്രമായ രീതിയിൽ ബിറ്റ്കോയിനെ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ആണ് വാസ്തവം. കാരണം ഇപ്പോഴും നിഫ്റ്റി നിൽക്കുന്നത് 26,000 മുകളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ നാസ്ഡാക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പോസിറ്റീവായിരുന്നു. നാസ്ഡാക്ക് 195, അഥവാ 0.88%, ഡോ 1%. എന്നാൽ യൂറോപ്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ FTSE UK, ഡാക്സ് ജർമ്മൻ രണ്ടും ഫ്ലാറ്റായിരുന്നു. ഡാക്സ് ഫ്ലാറ്റ് അല്ല, ഡാക്സ് 186 പോയിന്റിൻ്റെ ഇടിവ്. എന്നാൽ CSE 40 FTSE, അതായത് ഫ്രാൻസ് UK മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിരുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും അടുത്ത ആഴ്ച ഉള്ള ഗ്ലോബൽ ഈവൻ്റാണ്. അടുത്ത ആഴ്ച പ്രധാനമായിട്ടും പെട്ടെന്ന് പറയുകയാണെങ്കിൽ US താങ്ക്സ് ഗിവിംഗ് ഡേ കാരണം 2 ദിവസം അവധിയാണ്. എന്നാൽ US മാർക്കറ്റിൽ GDP ഡേറ്റ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലും GDP ഡേറ്റ ഉണ്ട്. കാണാം, 24-ാം തീയതി US നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, 25-ാം തീയതി US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ്, 26-ാം തീയതി US GDP ഡേറ്റ, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, പിന്നെ 27-ഉം 28-ഉം US മാർക്കറ്റ് അവധിയാണ്. ചൈനയിൽ നിന്ന് വലിയ ഇവൻ്റ് ഇല്ല. ജർമ്മനിയിൽ നിന്നും നമുക്ക് ജർമ്മനിയുടെ GDP ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും നമുക്ക് നമ്മുടെ GDP ഡേറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും വെള്ളിയാഴ്ച അഥവാ നവംബർ 28-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലും GDP ഡേറ്റ, ഇന്ത്യൻ മാർക്കറ്റിലും GDP ഡേറ്റ, ജർമ്മൻ മാർക്കറ്റിൽ നിന്നും GDP ഡേറ്റ, വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഡേറ്റയൊക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല. നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളുടെ വാർത്തകൾ വിപണി സമയത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. നമ്മൾ ബൈ സെൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ചാനലല്ല, ന്യൂസ് ഷെയർ ചെയ്യുന്ന ചാനലാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ നമ്മളായിട്ട് കണക്ട് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാം. ഓഫീസിൻ്റെ വിശേഷങ്ങളും എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഞാൻ പലപ്പോഴും അവിടെ ഷെയർ ചെയ്യാറുണ്ട്. യാത്രകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ, കൂടാതെ ഫിനാൻഷ്യൽ കാര്യങ്ങളും അവിടെ കൂടുതൽ ഷെയർ ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ്. അതും നിങ്ങൾ ഫോളോ ചെയ്യുക, നമുക്ക് അവിടെ ഫ്രണ്ട്സ് ആവാം. അപ്പോൾ അതിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇൻഡിഗോ, രാജ്യത്തിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഏരിയയിൽ വിപണി പങ്കാളിത്തമുള്ള ഇൻഡിഗോ സെൻസെക്സിലേക്ക് വരികയാണ്. ഡിസംബർ 22-ാം തീയതി മുതൽ സെൻസെക്സിലുണ്ടാവും. ടാറ്റ പവർ കമ്പനി
ഇവർ ഡ്രങ്ക് ക്ലീൻ പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഭൂട്ടാനിൽ 1125 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഹൈഡ്രോളിക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമായി. ടാറ്റ കെമിക്കൽ കമ്പനി ഇവർ 2 പ്ലാന്റിൽ 135 കോടി രൂപ മുടക്കി ഇവരുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കമ്പനി ഉയർത്തുകയാണ്. HG ഇൻഫ്ര കമ്പനി അവർക്ക് 1415 കോടി രൂപയുടെ മെട്രോ ഓർഡർ ലഭിച്ചു താനെയിൽ നിന്ന്. RVNLനും സമാനമായ രീതിയിൽ അവർക്കും 180 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ലെമൺ ട്രീ ഹോട്ടൽ അവർ പുതിയ 2 പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ അവർ സൈൻ ചെയ്തു. ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് ആവട്ടെ ഇവരുടെ 5% ഇവരുടെ വോളിയം ഗ്രോത്ത് ഉണ്ടാകുമെന്ന് കമ്പനിയുടെ പാസഞ്ചർ വെഹിക്കിൾ CEO പറയുന്നു. അപ്പോളോ മൈക്രോ കമ്പനി ഇവർ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. US നിന്ന് ഒരു എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചു. M&M കമ്പനി 2 ന്യൂസ് ഉണ്ട്. M&M MBTICയുടെ മുഴുവൻ സ്റ്റേക്ക് അക്യൂർ ചെയ്തു. M&Mൻ്റെ പുതിയ കാറ് ലോഞ്ചും ചെയ്യുന്നുണ്ട്. TVS മോട്ടേഴ്സ് TVS കിങ് 3 വീലർ ഗാനയിൽ അവർ ലോഞ്ച് ചെയ്യാണ്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി അവർ കുച്ച് കോർപ്പറേഷനായിട്ട് പുതിയ എക്സ്പ്ലോറേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. NBCC കമ്പനി 718 മില്യൺ $718 ഒരു ഓർഡർ ലഭിച്ചു. HG ഇൻഫ്ര കമ്പനി അത് നമ്മൾ HG ഇൻഫ്ര കമ്പനി കൽപ്പാത്തൂർ പ്രൊജക്റ്റായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ചെയ്ത് പുതിയൊരു പ്രൊജക്റ്റ് അവർ ചെയ്യുന്നുണ്ട്. KNR കൺസ്ട്രക്ഷൻ കമ്പനി അവർക്കും ഒരു പുതിയ 3.2 ബില്യൺ റുപ്പീസിൻ്റെ പുതിയൊരു ഓർഡർ ലഭിച്ചു. ട്രൈഡൻറ്റ് കമ്പനി 2000 കോടി രൂപയ്ക്ക് ഇവരുടെ പ്ലാന്റ് പഞ്ചാബിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു തിരിച്ചു വരവ് നമ്മൾ US മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് കണ്ടു. എന്നാൽ US മാർക്കറ്റ് അടുത്ത ആഴ്ചയിൽ ഒരു അവധി മൂഡിലാണുള്ളത്. 2 ദിവസം അവധിയും പിന്നെ പ്രധാനമായിട്ടും GDP ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ചാനൽ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് ലൈവ് ഇനി ഉണ്ടാവും. ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പരമാവധി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നേരിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മറ്റുള്ള പേജുകളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീണ്ടും ഒരു വീക്കെൻഡ് ദിനാശംസിക്കുന്നു. താങ്ക് യു.